കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഇടുക്കി മൂലമറ്റത്ത് നടത്തിയ കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആശുപത്രി സന്ദർശനം. ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. തൊടുപുഴ മൂലമറ്റത്ത് നടത്തിയ കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച കലുങ്ക് സംവാദത്തിനിടെ നിരവധി ആളുകൾ കേന്ദ്രമന്ത്രിയോട് പരാതി ഉന്നയിച്ചിരുന്നു. പരാതികൾ ശ്രദ്ധിച്ച കേന്ദ്രമന്ത്രി ആശുപത്രി സന്ദർശിച്ച ശേഷമേ മടങ്ങൂവെന്ന് മറുപടി പറഞ്ഞിരുന്നു. ഇതിനുശേഷമായിരുന്നു കേന്ദ്രമന്ത്രി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകാത്തത് സംബന്ധിച്ച ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PN അജി ഉൾപ്പെടെയുള്ള അധികൃതർ കേന്ദ്രമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി. ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇവിടെ ഈ സിസ്റ്റത്തിലിരിക്കുന്ന ഡോക്ടേഴ്സിനെ ആരെയും കുറ്റം പറയാൻ ഇങ്ങനെയുള്ള ആവലാതികൾ അറിഞ്ഞ് നമ്മൾ ഓടിയെത്തുന്നതാണ്. അപ്പോൾ ഇവിടെ മൂലമറ്റത്ത് നടന്ന കലുങ്ക് സംഗമത്തിൽ കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓടിയെന്ന് അവിടെ വെച്ചാൽ തീരുമാനിച്ചു ഇവിടെ വരാം. അവിടെ വന്ന് സൂപ്രണ്ട് അദ്ദേഹത്തിന് കേട്ട് കഴിയുമ്പം അവരെയും കുറ്റം പറയാൻ അപ്പം മൊത്തത്തിൽ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ സംവിധാനത്തിൽ മൊത്തം ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ട് ഓപ്പറേഷണൽ രീതി. കാരണം യുഗം മാറി, ആധുനിക യുഗം വന്നു, നമ്മൾ അതുമായിട്ട് കമ്പാറ്റബിളാണ്. ആ കമ്പാറ്റബിലിറ്റി കുറച്ച് സ്ലോ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മുടെ പോലെ ഒരു തരത്തിൽ വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് പക്ഷേ ഒരു കുഞ്ഞ ജനാധിപത്യം. അപ്പം അതിൻ്റെ ഒരു ബ്രീതിങ് സ്പേസും ഗ്രോയിങ് ടൈമും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നിടത്ത് ജീവനഷ്ടമോ ജീവഹാനിയോ ഒക്കെ സംഭവിച്ചാൽ വലിയ ഉത്തരവാദിത്വക്കേടാണ്. നിത്യേന നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർ ആൻഡ് സേഫ്റ്റി NOC ലഭിക്കാത്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.